ഇന്ന് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് എത്തുന്നത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. മഴയോടൊപ്പം തന്നെ ഇടിമിന്നലിനെയും സൂക്ഷിക്കണം കേട്ടോ. കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. കാലവർഷം എത്താറായിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തും. അതിന് മുന്നോടിയായിട്ട് ശക്തമായ മഴ പെയ്യുന്നു. മഴ മാത്രമല്ല, ഇടിമിന്നലും കാറ്റുമൊക്കെ ഉണ്ട്. നൽകുന്ന മുന്നറിയിപ്പുകൾ അതേപടി പാലിക്കാൻ ശ്രമിക്കുക. മാനസ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, മഴ പെയ്യും, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? തീർച്ചയായും മനു, മഴ വ്യാപകമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് വരുന്ന 3 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തിച്ചേരാനുള്ള ഒരു പ്രവചനം കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് നിലവിൽ 2 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് തുടരുന്നത്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വടക്കൻ മേഖലകളിലുള്ള ജില്ലകളിലും അതോടൊപ്പം തന്നെ മറ്റ് അലർട്ടുകളില്ലാത്ത ജില്ലകളിൽ ഉൾപ്പെടെ മഴ ശക്തമായ രീതിയിൽ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അറബിക്കടലിന് മുകളിലായി ഉണ്ടായിരുന്ന ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി മാറുമ്പോൾ പിന്നീട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നതോടെ സംസ്ഥാന വ്യാപക മഴ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ 3 ദിവസത്തിനുള്ളിൽ അത് കാലവർഷത്തിന്റെ ഒരു സൂചനയായി കാലവർഷം എത്തിച്ചേരുന്ന ഒരു സ്ഥിതി ാണ് പോവുക എന്ന മുന്നറിയിപ്പുമുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ രീതിയിലുള്ള കാറ്റ്, അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ പൊതുനിരത്തുകളിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും വാഹനം ഓടിക്കുന്നവരാണെങ്കിലും ഇത്തരത്തിൽ കാറ്റിനെ ജാഗ്രതയോട് കാണണമെന്ന് തന്നെ മുന്നറിയിപ്പിൽ ഉണ്ട്. ഒപ്പം തന്നെയാണ് തീരദേശത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ അധികൃതരെയോ അറിയിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഈ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ സംസ്ഥാനം സജ്ജമാണ് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കാലവർഷം വരുന്നതോടുകൂടി വ്യാപക മഴ ലഭിക്കുന്നതോടുകൂടി വെള്ളം കെട്ടുന്ന സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഒപ്പം തന്നെയാണ് കടലാക്രമണ ഭീഷണിയാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കന്യാകുമാരി തീരം വരെയും മത്സ്യബന്ധന വിലക്ക് ഉണ്ട്. ഒപ്പം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത. ഒപ്പം തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും നിലവിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. നേരത്തെ മെയ് 27 കൂടി കാലവർഷം എത്തുമെന്നായിരുന്നു സൂചന. ഒരുപക്ഷെ ഈ വ്യാപക മഴ തുടരുന്ന ഘട്ടത്തിൽ കാലവർഷം മുന്നേ ഉണ്ടാകുമെന്ന പ്രവചനത്തിലാണ് 3 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തിയേക്കാമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലായി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിലായി ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുന്നതോടുകൂടി ഒരുപക്ഷെ ഇന്നത്തെ അലർട്ടുകളിലും മാറ്റം വന്നേക്കാമെന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭ്യമാകുന്നത്. മനു, ശരി, ഏതായാലും മഴ പെയ്യും, ഒപ്പം തന്നെ ഇടിമിന്നലിന് സാധ്യതയുണ്ട്, കാറ്റിന് സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഒപ്പം തന്നെ മലയോര മേഖലകളിലും കടലോരങ്ങളിലും താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മുന്നറിയിപ്പുകൾ സൂക്ഷിക്കുക. കടലാക്രമണത്തിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജാഗ്രതയോടെ നിൽക്കുക. കാരണം കാലവർഷം കൂടി എത്താൻ വേണ്ടി പോവുകയാണ്. മഴ ശക്തിപ്പെടും. നമുക്ക് ഈ കാലവർഷക്കാലത്തെ അപകടങ്ങളൊന്നുമില്ലാതെ അതിജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾക്കനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ തയ്യാറാക്കുക എന്നത് തന്നെയാണ്. യാത്രകളൊക്കെ പരമാവധി ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക.